പത്തനംതിട്ടയിൽ തന്റെ മകൻ അനിൽ ആന്റണി തോൽക്കണമെന്ന് എ.കെ. ആന്റണി. താൻ പ്രചാരണത്തിന് പോയില്ലെങ്കിലും യു.ഡി.എഫ് സ്ഥാനാർത്ഥി ആന്റണി വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും എ.കെ. ആന്റണി കൂട്ടിച്ചേർത്തു. പിതാവിന്റെ ഈ നിലപാടിൽ തനിക്ക് സഹതാപമാണെന്നായിരുന്നു മകനും പത്തനംതിട്ടയിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥിയുമായ അനിൽ ആന്റണിയുടെ പ്രതികരണം. 2 വർഷത്തിനു ശേഷം KPCC ആസ്ഥാനത്ത് നടത്തിയ 1 മണിക്കൂർ വാർത്താ സമ്മേളനത്തിൽ മകന്റെ BJP പ്രവേശനത്തെക്കുറിച്ച് എ.കെ. ആന്റണിക്ക് നേരിടേണ്ടി വന്നത് നിരവധി ചോദ്യങ്ങൾ. കോൺഗ്രസ് നേതാക്കളുടെ മക്കൾ BJPയിൽ ചേർന്നത് സംബന്ധിച്ച ആദ്യ ചോദ്യത്തിന് മറുപടി ഇങ്ങനെ: കുടുംബവും രാഷ്ട്രീയവും വേറെ എന്നതാണ് തന്റെ നിലപാടെന്നും എ.കെ. ആന്റണി. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പൊതുരംഗത്ത് വന്ന കാലം കുടുംബം വേറെ രാഷ്ട്രീയം വേറെ എന്ന നിലപാടെടുത്താണ്. ഇന്നല്ല, KSUവിൻ്റെ പ്രവർത്തകനായ കാലം മുതൽ കുടുംബം വേറെ രാഷ്ട്രീയം വേറെ, ഇതാണ് എൻ്റെ നിലപാട്. കുടുംബം എന്തെങ്കിലും കുടുംബത്തിനകത്ത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അനിൽ ആന്റണി ജയിക്കണ്ടേ എന്ന ചോദ്യത്തിന് മറുപടി ഇങ്ങനെ: ഞാൻ പ്രകടനത്തിന് പോകാതെ തന്നെ ആന്റണി നല്ല ഭൂരിപക്ഷത്തിന് ജയിക്കും, സംശയിക്കില്ല. മകനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ആവർത്തിച്ചതോടെ ആന്റണി മുന്നവെച്ച മറുപടിയിലേക്ക് കടന്നു. പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്നെ കൊണ്ട് അധികം പറയിപ്പിക്കേണ്ട. മക്കളെ കുറിച്ച് എന്നെ കൊണ്ട് അധികം പറയിപ്പിക്കേണ്ട. എന്നെക്കൊണ്ട് അധികം പറയിപ്പിക്കേണ്ട. ആ ഭാഷ ഞാൻ ശീലിച്ചിട്ടില്ല. ആ ഭാഷ എൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമല്ല. അതുകൊണ്ട് എന്നെക്കൊണ്ട് സംസാരിക്കുക. ആന്റണിയുടെ ഈ വിമർശനങ്ങളോട് സഹതാപമെന്നായിരുന്നു മകൻ അനിൽ കെ ആന്റണിയുടെ പ്രതികരണം. ഒരു പഴയ ഡിഫൻസ് മിനിസ്റ്റർ ഇതുപോലെ ഇന്ത്യൻ സൈന്യത്തെ അവഹേളിച്ച്, അതുപോലെ തന്നെ ഇന്ന് ഇന്ത്യൻ സൈന്യത്തെ അവഹേളിച്ചു പാകിസ്ഥാനെ വെള്ളപൂശാൻ ശ്രമിച്ച ഒരാൾക്ക് വേണ്ടി ക്യാമ്പയിൻ ചെയ്യാൻ കാണുമ്പോൾ എനിക്ക് ഇവരോടൊക്കെ ദുഃഖവും സഹതാപവും മാത്രമാണ് തോന്നുന്നത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.